സെക്രട്ടേറിയറ്റിലേക്ക് നിങ്ങൾ കയറി ആ ഭരണഗ്രാസ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോഴും നിങ്ങൾക്ക് ഈ സെമസ്റ്റർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരമൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് വരും. കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലകളും സെപ്പറേറ്റ് ആയിട്ട് തരുന്ന കറണ്ട് അഫേഴ്സ് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് എടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഹലോ നമസ്കാരം, സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ സിലബസ് നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സെക്രട്ടറി ടെസ്റ്റിൻ്റെ സിലബസിന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഡീകോഡ് ചെയ്ത് തരിക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു തരിക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ PSC നേരത്തെ പറഞ്ഞിരുന്ന കൂട്ട് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് 3 ഘട്ടമായിട്ടാണ് നമുക്ക് പരീക്ഷകളുള്ളത്. പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ ആണുള്ളത്. പ്രിലിംസിന് നമുക്ക് 100 മാർക്ക് വരുന്നു. മെയിൻസ് 2 പേപ്പറുകൾ, പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞ് 100 200 മാർക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ നമുക്കൊരു 20 മാർക്ക് നമുക്ക് വരുന്നുണ്ട്. പ്രിലിംസിൻ്റെ സിലബസ് നമുക്ക് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ എങ്ങനെയൊക്കെ ആയിരുന്നോ നടന്നത് അതേ ഒരു സിലബസ് തന്നെ ആയിരിക്കും നമുക്ക് പ്രിലിംസിൽ നമുക്കുണ്ടാകുക. വലിയ മാറ്റങ്ങളൊന്നും അതിനകത്ത് വരാനായിട്ട് സാധ്യതയില്ല. പക്ഷേ പേപ്പർ 1 വരുമ്പോൾ, മെയിൻസിൻ്റെ പേപ്പർ 1 വരുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ LSTDയുടെ സിലബസ് ആണെങ്കിലും ശരി, അതേപോലെ നമ്മുടെ SIയുടെ ആണെങ്കിലും ശരി, അവിടെ പറഞ്ഞതിൽ നിന്നും കാതലായിട്ടുള്ളൊരു മാറ്റം തന്നെ നമുക്ക് പേപ്പർ 1 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേപ്പർ 1 നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ 2 നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ നോക്കുക, സെക്രട്ടേറിയറ്റിൻ്റെ നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും എന്താണ് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കരുത്, മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കാര്യങ്ങളും എല്ലാം പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. PSC ഒരു സിവിൽ സർവീസ് രീതിയിലേക്കൊക്കെ മാറുകയാണ്. നമ്മൾ PSC ഉദ്യോഗാർത്ഥികളും ആ രീതിയിലേക്ക് തന്നെ മാറണം. PSC ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയത്തില്ല, മക്കളേതാ ഇതേപോലെ PSC UPSC മാതൃകയിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കത്തയച്ചോ, ഫോൺ അയച്ചോ, മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ പ്രൊഫൈലിൽ മെസ്സേജ് അയച്ചോ ഒന്നും പറയൂല അല്ലേ. PSCയുടെ ചോദ്യ രീതികളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൂടെ എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതേ ഒരു എന്താണ് സെയിം പാറ്റേൺ തന്നെ എന്ത് ചെയ്യാണ് നമ്മൾ PSC ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ പേപ്പർ 1 പേപ്പർ 2 ഇതിനകത്ത് എന്താണ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും മെയിൻസ് ഓറിയൻറ്റഡ് പഠിക്കണം. പേപ്പർ 1 നോക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നതും. പ്രിലിംസിന് നമുക്ക് എന്താണോ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എവിടെയും വരുന്നുണ്ട്, പേപ്പർ 1 വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പേപ്പർ 1 നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് പേപ്പർ 1 നമുക്ക് പഠിക്കാൻ നമുക്കില്ല. പക്ഷെ അത് എവിടെ വരുന്നുണ്ട്, പേപ്പർ 2 നമുക്ക് വിശാലമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്ക്, കഴിഞ്ഞ ആ ഒരു എന്താണ് ഡിഗ്രി ലെവൽ മെയിൻസ് LSTDയുടെയൊക്കെ മെയിൻസിന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈക്വലി ആയിരുന്നില്ല. ഓരോ സബ്ജക്റ്റിനും കൊടുത്തിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ആയിരുന്നില്ല. ഓക്കെ, അവിടെ 3 മാർക്ക്, 5 മാർക്ക്, 7 മാർക്ക്, 8 മാർക്ക്, 15 മാർക്ക്, അങ്ങനെ പല പല ഡിവിഷനിലേക്കായിരുന്നു നമുക്ക് GK പോർഷൻസ് നമുക്ക് പോയിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് വരുമ്പോൾ ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റുകൾക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് സെയിം ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇപ്പം നോക്കി, നമുക്ക് ഹിസ്റ്ററി ആണ് എന്നുള്ള 7 മാർക്ക് നമുക്ക് ഹിസ്റ്ററി നമുക്ക് 7 മാർക്ക് നമുക്ക് പഠിക്കാൻ നമുക്ക് വരുന്നുണ്ട്. ജോഗ്രഫി നമുക്ക് 7 മാർക്കാണ് പഠിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്ന എക്കണോമിക്സ് നമുക്ക് 7 മാർക്ക് നമുക്കുണ്ട്. ലൈഫ് സയൻസ് നമുക്ക് 7 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് 7 മാർക്കാണ്. ഓക്കെ, നോക്ക്, നമുക്ക് കഴിഞ്ഞ LSTDയുടെ ആ ഒരു സിലബസ് നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി അത് നമുക്ക് 6, 3, 3 എന്ന രീതിയിലായിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത് വന്നിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നോക്ക്, 3നും കൂടെ ഒരേ ഡിസ്ട്രിബ്യൂഷനാണ് 7 മാർക്കിൻ്റെ. അതേപോലെ ഫിസിക്സും കെമിസ്ട്രി എക്കണോമിക്സും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്, 7 മാർക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് ഇവിടെ ഇല്ല. LSTDയുടെ പ്രിലിംസിന്റെ പേപ്പർ, മെയിൻസിന്റെ പേപ്പറിൽ പേപ്പർ 1 നമുക്ക് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അത് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പ്രിലിംസിന്റെ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിന്റെ പേപ്പർ 1 നമുക്കത് എന്ത് ചെയ്യുന്നില്ല, തന്നിട്ടില്ല. അതും വലിയൊരു മാറ്റം തന്നെയാണ്. പിന്നെ അടുത്ത വലിയൊരു മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മെയിൻസ് വരുന്ന സമയത്ത് നമുക്ക് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻസിന് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസിൻ്റെ പേപ്പർ 1 ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചറിന് 8 മാർക്കും സ്പോർട്സിന് 3 മാർക്കുമാണ് നമുക്ക് വരുന്നത്. പ്രിലിംസിന് നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് 10 മാർക്ക് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന 10 മാർക്കിന് ഒറ്റ ഇതായിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 2 മോഡ്യൂളായിട്ട് നമുക്ക് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ
8 മാർക്കിനും, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 3 മാർക്കിനും സെപ്പറേറ്റ് ആയി തന്നിരിക്കുന്നത്. ഇവിടെ 11 മാർക്ക്, അവിടെ 10 മാർക്ക്. അവിടെ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കണമെന്നുള്ളൂ. ഇതും എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, കേരള ഗവർണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാറ്റുന്നു. പകരം നമ്മൾ ആരെ കൊണ്ടുവരുന്നു, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് നമ്മൾ കൊണ്ടുവരികയാണ്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രിലിംസിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. 6 മാർക്കിന് നമുക്ക് ഇവിടെ പഠിക്കാൻ നമുക്കുണ്ട്, 6 മാർക്കിന്. പിന്നെ അടുത്തത് നമുക്ക് കഴിഞ്ഞ ഈ പറയുന്ന LSTDയുടെ ആ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പേപ്പർ 1 നമുക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളമായിരുന്നു അല്ലേ. 10 മാർക്കിനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഓരോന്നും 10 മാർക്ക്, 30 മാർക്കിനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. നോക്കി, ഇവിടെ നമുക്ക് ഈ മാത്സിന് നമുക്ക് 15 മാർക്ക് വരുന്നു, മലയാളത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ 13 മാർക്ക് വെച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. 13 മാർക്ക്, ഓരോന്നിനും 13 മാർക്ക്. അത് 15, 26, 41 മാർക്ക് നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് നമുക്ക്. അതായത് നമുക്ക് നോക്ക്, നമ്മളിപ്പോൾ ഏതൊരു PSC പരീക്ഷയാണെങ്കിലും ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെയാണ് അല്ലേ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെയാണ്. അതിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ലിസ്റ്റിലേക്ക് വരികയും ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന LSTSന്റെ പേപ്പർ 1 നമുക്ക് ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് നിൽക്കുന്നത് ഏത് തന്നെയാണ്, ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് എഴുതും എന്ന് ഉറച്ച വിശ്വാസമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഈ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ അതൊരു മെയിൻസ് ലെവലിൽ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൂടെ എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു പോവുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൂടെ അങ്ങ് പഠിച്ചു പോകണം. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, മെയിൻസിന്റെ പേപ്പർ 1 നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തരും. അല്ല ആദ്യം തന്നെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി ഇരുന്ന് പഠിക്കാതെ ഒരു മെയിൻസ് ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുക. ഓക്കെ, അങ്ങനെ മൊത്തം നമുക്ക് എത്ര മാർക്കാണ്, 100 മാർക്കാണ് നമുക്ക് ഇവിടെ നമുക്ക് പേപ്പർ 1 നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുള്ളത്. പേപ്പർ 1 100 മാർക്ക്. ഓരോ സബ്ജക്റ്റ് നമുക്ക് GK പോർഷൻസിന് പ്രധാനപ്പെട്ടതെല്ലാം ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി 7 മാർക്കിന് വെച്ച് നമുക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരുന്നു. ആദ്യമായിട്ട് നമുക്ക് മെയിൻസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു പേപ്പർ 1 ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ നമ്മൾ കൊണ്ടുവരുന്നു, 8 മാർക്ക് വെച്ച് കൊണ്ടുവരുന്നു. പിന്നെ അതായത് സ്പോർട്സ് നമുക്ക് 3 മാർക്ക് വെച്ച് കൊണ്ടുവരികയാണ്. പിന്നെ നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് മാർക്ക് കൂട്ടിയിട്ടുണ്ട്, 6 മാർക്കായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മാത്സിന് 15 മാർക്കാണ് നമുക്ക് തന്നിരുന്നത്, നേരത്തെ 10 മാർക്കായിരുന്നു. ഇവിടെ ഇംഗ്ലീഷും മലയാളത്തിനും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ 13, 13, 26 മാർക്ക്. അങ്ങനെ നമുക്ക് ഇത് മൊത്തം നമുക്ക് 100 മാർക്ക്. ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മേഖല എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. 41 മാർക്ക്. പ്രിലിംസിന് നമുക്ക് 50 മാർക്ക് വരുന്നു, ഇത് 41 മാർക്ക് കൊണ്ട് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് കയറി പോകാം എന്നൊരു മേഖല തന്നെയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രിലിംസിന് എന്താണോ സിലബസ് പറഞ്ഞിരിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഒരു മാറ്റവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വരുന്നില്ല, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ നമ്മൾ പറയുന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന PSC പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പ്രിലിംസിന് വേണ്ടി പഠിക്കാതെ മെയിൻസ് ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോകാം. മെയിൻസ് ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് മെയിൻസിൽ പഠിക്കുന്നു. നമുക്ക് പ്രിലിംസ് നടക്കുന്നത് മെയ്, ജൂലൈ മാസങ്ങളിലായിട്ടും പ്രിലിംസ് നടക്കുന്നു. മെയിൻസ് ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മെയിൻസിൻ്റെ പരീക്ഷ നടക്കും. അതായത് പ്രിലിംസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് മെയിൻസിന് വേണ്ടി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി അങ്ങ് പഠിക്കുക, മെയിൻസിന് വേണ്ടി തന്നെ നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ മെയിൻസ് ഒക്കെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പേപ്പർ 1 നിങ്ങൾ റിവൈസ് ചെയ്ത് മാത്രം പോയാൽ മതി. പേപ്പർ 2 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്രിലിംസിൻ്റെ പേപ്പർ 1 നമുക്ക് മാറ്റമൊന്നുമില്ല, മെയിൻസിൻ്റെ പേപ്പർ 1 മാറ്റമൊന്നുമില്ല, പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 2 നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് നോക്കാം. പേപ്പർ 2 ആണ് നമുക്ക് പ്യൂർലി നമുക്ക് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പറായിട്ട് നമുക്ക് വരുന്നത്. പേപ്പർ 2 നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ പേപ്പർ 2 നമുക്ക് 100 മാർക്ക് തന്നെയാണ്. 1.5 മണിക്കൂറിന് എക്സാം ആയിട്ട് തന്നെയാണ് നമുക്ക് എന്ത് പേപ്പർ 2 നമുക്ക് നടക്കുന്നത്. സെയിം ഡേ തന്നെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്, മാറ്റമൊന്നുമില്ല. നമ്മുടെ LSTDയുടെ ആ ഒരു പേപ്പർ 2 നമ്മൾ കണ്ടപ്പോൾ പ്യൂർലി നമുക്ക് എന്താണ് ആ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് വന്നിരുന്നത് അല്ലേ.
ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ തരുന്നത്. ഈ പേപ്പർ 2ന്റെ ഫസ്റ്റ് മോഡ്യൂൾ തന്നെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ട്, പേപ്പർ 2ന്റെ ഫസ്റ്റ് മോഡ്യൂൾ തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. അത് നമ്മൾ സിവിൽ സർവീസിനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പബാഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്കുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബാഡ്. ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, മെയിൻസിൽ നമുക്ക് വരുന്നതാണ്, നമ്മൾ ഓപ്ഷണലായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്ത് പഠിക്കുന്നതാണ്. അവിടെ ഓപ്ഷണലായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്ന മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സിലബസ് തന്നെ ഇവിടെ നമുക്ക് എന്ത് തന്നിരിക്കുന്നു, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട്, ഒരു ഒബ്ജക്റ്റീവ് മാർക്ക് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ബോർഡ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് തരുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ സിലബസ് LSTS-ന്റെ ഒക്കെ നമ്മൾ SI-യിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കേരള ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കുണ്ട് അല്ലേ. അതിനാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് കുറച്ചുകൂടെ നമുക്ക് എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വരുന്നത്. ഇവിടെ തുടക്കം തന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷനും സ്കോപ്പും എന്താണ് എന്നുള്ളതും വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഫംഗ്ഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മോഡേൺ അപ്രോച്ചസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് പഠിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതും മാനേജ്മെന്റ് ഡെഫിനിഷനും മാനേജ്മെന്റ് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് TQവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് വരുന്നുണ്ട്, കണ്ടംപററി അപ്രോച്ചസും മോഡേൺ അപ്രോച്ചസും എന്തൊക്കെയാണ് എന്നുള്ളതും CSRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് PSC ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഇത് ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് PSC സിലബസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാൽ പ്യുവർലി നമ്മൾ എന്താണ് തിയറട്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ തന്നെ പഠിച്ചു പോകാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ നമ്മൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. എന്താണ് ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ളതും അതെങ്ങനെ നമ്മൾ പഠിക്കണമെന്നുള്ളതും അതിൻ്റെ ക്രക്സ് എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുള്ളൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യും ചെയ്തു തരും കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പേപ്പർ 1 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കിന് നമുക്ക് LSTD നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വന്ന പേപ്പർ 2 വന്നപ്പോൾ അവിടെ 15 മാർക്ക് നമുക്ക് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് നമ്മൾ SI-യുടെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 8 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മേലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ സിലബസ് ഒന്ന് ആദ്യം നോക്കിയ സമയത്ത് പേപ്പർ 1 നോക്കി കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നില്ല. ഞാൻ ഒരു എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ഞാൻ ആകെപ്പാടെ അടിച്ചു പോയി, കൺഫ്യൂഷൻ അടിച്ചു പോയി. പിന്നെ പേപ്പർ 2 നോക്കിയപ്പോഴാണ് ഇതായത്. പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ വിശാലമായിട്ട് തന്നെ നമുക്ക് എന്തുണ്ട് പഠിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കിവിടെ ആദ്യം ഒരു 12 മാർക്കായിട്ടും പിന്നെ ഒരു 8 മാർക്കുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാൻ നമുക്ക് തരുന്നുണ്ട്. ഈ ആദ്യത്തെ ഈ 12 മാർക്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 12 പിന്നെ 8 മാർക്കിന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാൻ നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസിൽ എന്ത് പഠിക്കുന്നോ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത് അല്ലേ. നമ്മൾ സിവിക്സിനകത്തും കോൺസ്റ്റിറ്റ്യൂഷനകത്തും പ്രിലിംസിൽ എന്ത് പഠിച്ചോ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബോർഡിനേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഡീഷണൽ വരുന്നുള്ളൂ. ബാക്കി ഈ പറയുന്ന സാലിയൻ ഫീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ എന്താണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഗവൺമെന്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ നമുക്ക് എന്ത് ചെയ്യും എടുത്ത് നമുക്ക് തന്നിരിക്കുന്നു. മാറ്റങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, പക്ഷേ ഈ മോഡ്യൂൾ അടുത്ത മോഡ്യൂളിലേക്ക് വരുമ്പോൾ 4ാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നോക്ക്. പ്രിലിംസ് നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ഒരെണ്ണം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഏതാണ്? ലിസ്റ്റുകളുമായി ലെജിസ്ലേറ്റീവ്, അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ അത് മാത്രമല്ല നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് വരുന്നത്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കണം, ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പുകളും എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ നല്ലതുപോലെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഓക്കെ, എങ്ങനെ നോക്കിയാൽ ഡെയിലി നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും വാർത്തകൾ നമ്മൾ പത്രങ്ങളിലും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഇത് നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് നിങ്ങൾ കയറി ആ ഭരണഗ്രാഹ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോഴും നിങ്ങൾക്ക് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരമൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് വരും. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. 8 മാർക്കിനാണ് നമ്മൾ. പക്ഷേ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോഴും ഇവിടെ നമുക്ക് പ്രിലിംസിന് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. പ്രിലിംസ് പഠിക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രിലിംസ് നമുക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, അത് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ലോക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ സെൽഫ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. 73rd 74th അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്നുണ്ട് ഏതൊക്കെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പുകൾ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇലക്ഷൻസ് അത് നമുക്ക് സിവിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ഷൻസിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് നമ്മൾ പറയുന്നത്. എമർജൻസി പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിംസിൽ നമുക്ക് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ അമെൻമെന്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ അമെൻമെന്റ്സിന്റെ മീനിങ്ങും പ്രൊസീജിയർ ലിമിറ്റേഷൻസും പഠിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അമെൻമെന്റ് എന്നുള്ളതും അമെൻമെന്റ്സിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളതും അതിന്റെ അമെൻമെന്റ് നടത്തുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എടുത്ത് പഠിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ അമെൻമെന്റ്സ് പഠിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല ഇവിടെ പറയുന്നില്ല. പക്ഷെ നമ്മൾ LSJയുടെയും SIയുടെയും ഒക്കെ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇന്ന അമെൻമെന്റ്സ് നമുക്ക് എടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 42, 44, 52 അങ്ങനെ അമെൻമെന്റ്സ് നമുക്ക് എടുത്ത് പറഞ്ഞു. ഇവിടെ നമുക്ക് ഏതൊക്കെ അമെൻമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് നമുക്ക് പറഞ്ഞത്. അവിടെ 2 മോഡ്യൂളായിട്ടാണ് കേരള എക്കോണമി എന്നും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നാണ്. ഓക്കെ, നമുക്ക് അധികമായിട്ട് നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് നമ്മൾ ഈ പറയുന്ന ഒരു കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 15, 15, 30 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത്. 15, 15, 30 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രിലിംസിലും പേപ്പർ 1ലും നമുക്കുണ്ട് എക്കണോമിക്സ് 7 മാർക്കിനാണ് എക്കണോമിക്സ്. അത് കുറച്ച് ഇന്ത്യ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്യൂർലി നമ്മൾ എന്താണ് കേരള ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ഓരോ മേഖലകളും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എന്ത് ഈ സിലബസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ എന്താണ് ആ ഒരു GDPയുമായി ബന്ധപ്പെട്ടും പെർ ക്യാപിറ്റയുമായി ബന്ധപ്പെട്ടും ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി പബ്ലിക് എക്സ്പെൻഡിച്ചറും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഓക്കെ, പിന്നെ നമുക്ക് ടൂറിസവും എഡ്യൂക്കേഷനും ICTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് പഠിക്കാൻ പറയുന്നുണ്ട്. അടുത്ത നമുക്ക് കേരള മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ പ്യൂർലി സ്റ്റാറ്റിസ്റ്റിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നു. അവിടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, കേരള നോളജ് എക്കോണമി പലപ്പോഴും പ്രിലിംസിന് നമുക്ക് ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കേരള നോളജ് എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ മെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാനായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് അഡൽട്ട് ഓറിയന്റഡുമായി ബന്ധപ്പെട്ട അഡൽട്ട് ലിറ്ററസിയും ലൈഫ് എക്സ്പെക്റ്റൻസിയും പിന്നെ അതേപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ബർത്ത് റേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചലഞ്ചസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമുക്ക് പേപ്പർ 1 ലൈഫ് സയൻസ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എൻവയോൺമെന്റും എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്. പേപ്പർ 1ന്റെ ലൈഫ് സയൻസിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയിട്ട് നമ്മൾ പേപ്പർ 2ൽ നമുക്ക് അത് പ്യൂർലി കേരള ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്. ഇപ്പോൾ നമ്മളെ കേരളത്തിന്റെ ആ ഒരു സ്ഥിതി മറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 2017 മുതലുള്ള കാര്യങ്ങൾ നോക്കുക, പല തരത്തിലുള്ള എൻവയോൺമെന്റ് പ്രോബ്ലംസും ക്ലൈമറ്റിക് പ്രോബ്ലംസും അതേപോലെ ഡിസാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ഈ മേഖലയിൽ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരും. അതും പ്യൂർലി നമുക്കൊരു തിയററ്റിക്കൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളതും കറണ്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വരാവുന്നതാണ്. ഓക്കെ, അവിടെ 7ാമത്തെ മോഡ്യൂൾ 10 മാർക്കിന് നമുക്ക് പറയുന്ന എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, അത് മെയിൻലി ഫോറസ്റ്റ്, നമ്മുടെ ഡെസേർട്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റംസുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ റിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേരളത്തിലെ ജോഗ്രഫി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
നമുക്ക് ഈ പറയുന്ന എൻവയോൺമെന്റ് മൂവ്മെന്റ്സ് അതിപ്പോൾ നമ്മൾ ദേശീയ തലത്തിലാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും നടന്നിട്ടുള്ളതാണെങ്കിലും ശരി, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈൽഡ് ലൈഫ് നാച്ചുറൽ പാർക്കും സാഞ്ചുറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് അവിടെ പറയുന്നത്. ഓസോൺ ഡിപ്ലീഷൻസും ക്ലൈമറ്റ് ചേഞ്ചസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കതൊക്കെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെച്ച് നമുക്ക് ചോദിക്കാം. എൻവയോൺമെന്റ് ഓഡിറ്റും ഗ്രീൻ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവയോൺമെന്റൽ ലോസും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ആ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ പറയുന്നു. ഓക്കെ, അടുത്ത നമുക്ക് 8 മാർക്കിന് നമുക്ക് തന്നിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നല്ല മേഖല. നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാഷണൽ പോളിസിയും കേരള സംസ്ഥാന പോളിസിയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, NDRF SDRFുമായി ബന്ധപ്പെട്ടതും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളും കാര്യങ്ങളും നമുക്കിവിടെ പറയുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഇത് നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് LDC +2 ലെവൽ പരീക്ഷകൾക്ക് നമുക്ക് പഠിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സൈക്കിളൊക്കെ വരച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആക്ടുകളും അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ ഈ വെബ്സൈറ്റ് ഗവൺമെന്റിന്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വെബ്സൈറ്റിൽ പോയിട്ട് നല്ലതുപോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്കിത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഗവേണൻസ്. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ LSTDയുടെ പ്രിലിംസിനും മെയിൻസിനും നമുക്ക് ഗവേണൻസ് നമുക്ക് ഉണ്ടായിരുന്നു. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഗവേണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ നമുക്ക് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേസമയം പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഗവേണൻസിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്യൂർലി പേപ്പർ 1ഉം പേപ്പർ 2ഉം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് SIയുടെ ആണെങ്കിലും ശരി, നമ്മൾ ഈ പറയുന്ന LSTD ആണെങ്കിലും ശരി, അവിടെ നമുക്ക് കറണ്ട് അഫേഴ്സ് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് എടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കറണ്ട് അഫേഴ്സ് എടുത്ത് പഠിക്കാൻ നമുക്ക് പറയുന്നില്ല. ഓക്കെ, അതിനർത്ഥം കറണ്ട് അഫേഴ്സ് പഠിക്കണ്ട എന്നല്ല. കറണ്ട് അഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ നമ്മൾ ചെയ്യണം. ഓരോ സബ്ജക്റ്റ് ഓരിയന്റാണ് കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം. എല്ലാ സബ്ജക്റ്റും കറണ്ട് തന്നെയാണ്, ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ കഴിഞ്ഞ ഈ പറയുന്ന LSTDയുടെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ എടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും കറണ്ട് അഫേഴ്സ് നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ല. ഈ ICT ആണെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിലും കേരള മോഡൽ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെയിലി നമുക്ക് പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. ഇതിൻ്റെ എല്ലാ കറണ്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വരും. അപ്പോൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കണം. സിലബസിൽ ഇല്ലല്ലോ രക്ഷപ്പെട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കണ്ട എന്ന് കരുതി ഇരിക്കരുത്. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. എല്ലാ ഇവൻസും കറണ്ട് തന്നെയാണ്, എല്ലാ സബ്ജക്റ്റുകളും കറണ്ട് തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും അതെന്ത് ചെയ്യാൻ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പേപ്പർ 2 നമുക്ക് പ്യൂർലി ഒരു അഡ്മിനിസ്ട്രേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. പ്യൂർ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് PSC ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിതാ ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പബ്ലിക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല, പ്യൂർ തിയറിറ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്തു പോകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും നല്ലതുപോലെ പഠിച്ചെടുക്കാം. സിവിൽ സർവീസുകാർക്ക് മാത്രമേ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റൂ എന്നൊന്നുമില്ല. കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കയറി പോകാവുന്നതാണ്. പേപ്പർ 1ൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ നോക്കുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം സെയിം ആക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നമുക്ക് ഇവിടെ പേപ്പർ 2ൽ വലിയൊരു മാർക്ക് 20 മാർക്കിന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് 15 മാർക്ക്, ഇംഗ്ലീഷിന് 13 മാർക്ക്, മലയാളത്തിന് 13 മാർക്ക്, മാത്സിന് 15 മാർക്ക്. വീണ്ടും ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ടറായിട്ട് തന്നെ മാറുകയാണ്.
അപ്പോൾ അത് നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിൽ പറയുന്ന ഓരോ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എന്ത് ചെയ്യും നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ലെവലിൽ തന്നെയാണ്, പേപ്പർ 1 മെയിൻസ് ഓറിയൻറ്റഡ് ലെവലിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് എന്താണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ആഗ്രഹം നമുക്ക് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാം, നേടിയെടുക്കാം. നിങ്ങളോടൊപ്പം നമ്മളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു.